ഇത്തവണ ഓണം എക്സാമിന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇമെയിൽ എന്ന് പറയുന്നത്. സോ ഇമെയിൽ എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. കുറേ പേർക്ക് കൺഫ്യൂഷൻ ആയി എങ്ങനെ ഇമെയിൽ എഴുതേണ്ടത് എന്നുള്ളത്. പക്ഷേ മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട, ലെറ്റർ എഴുതുന്ന പോലെ തന്നെയുള്ളൂ നമ്മൾ ഇമെയിൽ എഴുതേണ്ടത്. 1-2 വ്യത്യാസങ്ങളേ ഉള്ളൂ ഇമെയിലേക്ക് വരുമ്പോൾ. സോ ഇവിടെ നമ്മൾ SCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. SCERT എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റിനെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അവിടെ കണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഓണം എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇമെയിലിന്റെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇതുപോലെ ഇരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യം. സോ നമുക്കിതാ ഒരു മോഡലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇമെയിൽ എഴുതേണ്ടത് എന്നുള്ളത് പഠിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരണം എന്നുള്ളത് പഠിക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. മണി റീച്ച്ഡ് ഹോം ആഫ്റ്റർ ഹിസ് ജേർണി വിത്ത് ഗ്രാനി ടു ദി ഹോസ്പിറ്റൽ. ഇമാജിൻ ദാറ്റ് ഹി റൈറ്റ്സ് ആൻ ഇമെയിൽ ടു ഹിസ് കസിൻ ഷെയറിംഗ് ഹിസ് എക്സ്പീരിയൻസ് അബൌട്ട് ദ ട്രിപ്പ് ആൻഡ് ഹൗ ഗ്രാനി ബ്രേവ്ലി ഫേസ്ഡ് എവറിത്തിങ്. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ഇമെയിൽ. സോ ഇമെയിൽ എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഇമെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. ലെറ്റർ എഴുതുന്ന പോലെ വലിച്ചു വാരി കുറേ കാര്യങ്ങളൊന്നും എഴുതില്ല. ടു ദ പോയിന്റ് ആയിരിക്കും, മെയിൻ കാര്യത്തിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് മെയിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ, നമ്മൾ എഴുതുന്നത് മണിയാണ് മെയിൽ എഴുതുന്നത്. ആർക്കാണ് എഴുതുന്നത്? കസിനാണ് എഴുതുന്നത്. ഇനി എന്തിനെ കുറിച്ചിട്ടാണ് മെയിൽ എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഷെയറിംഗ് ഹിസ് എക്സ്പീരിയൻസ് അബൌട്ട് ദ ട്രിപ്പ് ആൻഡ് ഹൗ ഗ്രാനി ബ്രേവ്ലി, ഗ്രാൻഡ്മ എത്ര ധൈര്യത്തോടെയാണ് ഈ ഒരു ജേർണിയെ മൊത്തമായിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്തത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ മെയിലിൽ കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് വാക്കുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും കൊടുക്കേണ്ടത് കേട്ടോ. 4 മാർക്കിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ മെയിലിന്റെ ഒരു ഫോർമാറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് ചെയ്യുന്ന പോലെ തന്നെ ഒരു വലിയൊരു ബോക്സ് അങ്ങോട്ട് കൊടുത്തോളാം. എന്നിട്ട് ആദ്യമല്ലേ ഫ്രം അഡ്രസ്സ് കൊടുക്കുക. ഫ്രം അഡ്രസ്സ് കൊടുക്കുന്ന സമയത്തല്ലേ നമ്മളൊരു മെയിൽ ID ആണ് കൊടുക്കേണ്ടത്. ഇതിനാണ് നമ്മൾ മെയിൽ ID എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇമെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പോസ്റ്റൽ അഡ്രസ്സ് അല്ല കൊടുക്കുക, എന്താണ്? മെയിൽ ID ആണ് കൊടുക്കുക. സോ മെയിൽ ID എഴുതുന്ന സമയത്തല്ലേ, ഇപ്പൊ മണിയുടെ മെയിൽ ID ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് എന്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, money@gmail.com എന്നുള്ളത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ എന്ത് ഇടൂല? സ്പേസ് ഇടാൻ പാടില്ല. ഇവിടെ സ്പേസ് ഇടാൻ പാടില്ല. ഇത് കണ്ടോ, money@gmail.com ഇടയിൽ സ്പേസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി ടു അഡ്രസ്സ് കൊടുക്കുമ്പോൾ arunbp@gmail.com, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്പേസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഡേറ്റിലെ ഇതാ ഇവിടെ മാറിപ്പോയതാണ്. ഡേറ്റ് അതിന്റെ തൊട്ട് താഴെയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ് ഇവിടെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ മെയിലിൽ എന്തായാലും കൊടുക്കേണ്ട ഒരു കാര്യമാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഈ മെയിൽ അയക്കുന്നുള്ളത് മാത്രമേ ആ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മൈ ട്രിപ്പ് വിത്ത് ഗ്രാനി ടു ദി ഹോസ്പിറ്റൽ, അതാണല്ലോ നമ്മുടെ വിഷയം. അവർ എന്തിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ മണി എന്തിനെ കുറിച്ചിട്ടാണ് ഈ മെയിൽ അയക്കുന്നത്? അവർ നെയ്നിലേക്ക് അല്ലെങ്കിൽ മസൂരിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയത് ഗ്രാൻഡ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സാഹസികമായ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി അടുത്തതാണ് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സല്യൂട്ടേഷൻ എന്നുള്ളത് നിങ്ങൾ വേർഡ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു ഫ്രണ്ടിനോ നമ്മുടെ കസിനോ ഒക്കെ അയക്കുന്ന സമയത്ത് നമ്മളിവിടെ ഡിയർ എന്നുള്ളത് ആഡ് ചെയ്യൂലേ, ഡിയർ അരുൺ എന്ന് പറയൂലേ, അതിനാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനായിരിക്കും 1 മാർക്ക് ഉണ്ടാവുക. സബ്ജക്റ്റിനും നിങ്ങളുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും 1 മാർക്ക് ഉണ്ടാവുക. സോ 2 മാർക്ക് ഇവിടെ തന്നെ നമുക്ക് കിട്ടി. ഇനി നമ്മളിതാ നേരെ കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് ഐ ഹോപ്പ് യു ആർ ഫൈൻ, അല്ലെങ്കിൽ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഫൈൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നിനക്ക് അവിടെ സുഖമാണെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് മൈ ട്രിപ്പ് വിത്ത് ഗ്രാനി ടു ദി ഐ ഹോസ്പിറ്റൽ. ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നുള്ളത് ആദ്യത്തെ സെന്റൻസിൽ തന്നെ കൊടുക്കുക. നിനക്ക് സുഖമാണെന്ന് പറഞ്ഞതിന് ശേഷം, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം വിഷയത്തിലേക്ക് പോവാം. വി വെന്റ് ബൈ ബസ് ആൻഡ് ഫേസ്ഡ് many problems on the way. അനുഭവങ്ങൾ ഓരോന്നായിട്ട് പറയാട്ടോ. ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് ക്രൗഡഡ് ബട്ട് ഗ്രാനി വാസ് ബ്രേവ്. ഗ്രാനിയുടെ ബ്രേവ്നെസ്സിനെ കുറിച്ചിട്ട് ഇവിടെ പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും മെൻഷൻ ചെയ്യണം. ആൻഡ് സ്ട്രോങ്, ഷീ നെവർ കംപ്ലൈൻഡ് ആൻഡ് വാക്ക് വിത്ത് മീ ദ ഹോൾ വേ. ആ മൊത്തം വഴി എൻ്റെ കൂടെ നടന്നിട്ടാണ് വന്നത്. അറ്റ് ദി ഹോസ്പിറ്റൽ ഷീ ഗോട്ട് ഹെർ ഐസ് ചെക്ഡ്. ഐ എം പ്രൗഡ് ഓഫ് ഹെർ. അല്ലേ, അമ്മൂമ്മേനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ്മേനെ കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇറ്റ് വാസ് എ ലോങ് ഡേ ബട്ട് ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ജേർണി. ഞാൻ ഒരിക്കലും ഈ യാത്ര മറന്നുപോകില്ല. ഗ്രാനി സെഡ് ഷീ വാസ് ഹാപ്പി ഐ വാസ് വിത്ത് ഹെർ. ഞാൻ അവരുടെ കൂടെ പോയതിൽ ഗ്രാൻഡ്മക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. ഐ ഫീൽ ക്ലോസർ ടു ഹെർ നൗ. ഞാൻ ഗ്രാൻഡ്മയായിട്ട് കുറച്ചും കൂടെ ക്ലോസ് ആയ പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ കമ്മിങ് ബാക്ക് വി ബോത്ത് വർ വെരി ടയർഡ്. തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ 2 പേര് നല്ല ടയർഡ് ആയിരുന്നു എന്ന് കൂടെ പറയാം.
വി വർ ഓൾസോ വെരി ഹാപ്പി ആൻഡ് പീസ്ഫുൾ. തിരിച്ചു വന്നതിന് ശേഷം നല്ല ഹാപ്പിയാണ്, ഒരുപാട് പീസ്ഫുൾ ആയിട്ട് സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് അല്ലേ. കാരണം അവർ ഒരു ലാൻഡ് സ്ലൈഡ് ഒക്കെ കഴിഞ്ഞ് വന്നതാ. ഇനി അവസാനത്തിലേക്ക് നമ്മൾ പറയാൻ പറ്റുന്ന സാധനമാണ് കോംപ്ലിമെന്ററി ക്ലോസ് എന്ന് പറയും. ആ വേർഡ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മെയിൽ എൻഡ് ചെയ്യുന്ന സമയത്തല്ലേ ടേക്ക് കെയർ എന്ന് പറയാം, അല്ലെങ്കിൽ വാം റിഗാർഡ്സ് എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. വിത്ത് ലവ് എന്ന് പറയാം. വിത്ത് ലവ് എന്ന് പറയുന്ന ഒരു കോമ ഇട്ട് കൊടുക്കുക കേട്ടോ. വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ക്യാരക്ടറിന്റെ പേര് കൊടുക്കുക. ആരാണോ കത്തെഴുതുന്നത് അവരുടെ പേര് ഇട്ട് കൊടുക്കുക. ഇത്ര മാത്രമേ നമ്മൾ മെയിലിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. നമ്മൾ ഫ്രം അഡ്രസ് കൊടുക്കുമ്പോൾ മെയിൽ ഐഡിയ കൊടുക്കേണ്ടത്, അവിടെ സ്പേസ് ഇടാൻ പാടില്ല. ടു അഡ്രസ് കൊടുക്കുമ്പോഴും മെയിൽ ഐഡിയ കൊടുക്കേണ്ടത്, അവിടെയും സ്പേസ് ഇടാൻ പാടില്ല. പിന്നെ നമ്മൾ ഡേറ്റ് കൊടുക്കണം, സബ്ജക്റ്റ് കൊടുക്കണം, എന്തിനെ കുറിച്ചിട്ടാണ് മെയിൽ എഴുതുന്നത്. പിന്നെ നമ്മൾ സല്യൂട്ടേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിയർ ഇന്ന ആൾ എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ കത്തെഴുതുന്നത് അവരുടെ പേര് വെച്ചുകൊണ്ട് കൊടുക്കണം. പിന്നെ ഈ ഒരു ഡയലോഗ് നിങ്ങൾ ഈ ഒരു സെന്റൻസ് നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം. ഐ ഹോപ്പ് യു ആർ ഫൈൻ, നിങ്ങൾ അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനാ, പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അവസാനം കോംപ്ലിമെന്ററി ക്ലോസ് നമ്മുടെ പേര്. ഇത്രയേ ഉള്ളൂ മെയിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലേ ഒരു ലൈക്ക് എനിക്ക് എടുത്ത് തരണം, ഒരു കമന്റും താഴെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലൈവുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പെയ്ഡ് ബാച്ചിലർ സ്റ്റുഡന്റ് ആണെങ്കിലൊക്കെ, എന്താണെങ്കിലും പെയ്ഡ് ബാച്ചിലർ സ്റ്റുഡന്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം, ഒരു റെഡ് ഹാർട്ട് എനിക്ക് ഇങ്ങോട്ട് തരണം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ ഞാൻ നമ്മുടെ ഓണം എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ല, നമ്മുടെ ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിസ്കോഴ്സുകളും, ചാപ്റ്ററിന്റെ സമ്മറിയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി ഒന്ന് കയറിയാൽ മതി കേട്ടോ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ലൈവിൽ കാണാം. ബൈ ബൈ.